എന്നാ ശരി, താൻ പോയി വളയിട്ടുകൊണ്ട് വരുന്നവരെ ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. വേഗം പോയിട്ടോ. ആ ബാംഗിൾസ് എല്ലാം തന്നെ എന്തിനാ ഏട്ടാ? ഞാൻ കയ്യിലിട്ട് തരാം. ഏട്ടന് വള അണിയിച്ചു തരാനൊക്കെ അറിയോ? ഒന്ന് ശ്രമിച്ചു നോക്കാം. വേണ്ട ഏട്ടാ, എന്റെ ബുദ്ധിമുട്ടുകൾ ഞാൻ തന്നെ അനുഭവിച്ചോളാം. താനൊരു ചാൻസ് ഒന്ന് നോക്കടോ. ആരെങ്കിലും കണ്ടാ അത് ശരിയാവില്ല ഏട്ടാ. എടോ, താനെന്റെ ഭാര്യയാണ്, ഞാൻ തന്റെ ഭർത്താവ്. ആര് കണ്ടാലെന്താ? സാരല്ല, ഇങ്ങ് തന്നേക്ക്. മാണിക്യക്കാവും ഒരു കുപ്പിവള പോലും പൊട്ടിപ്പോകാതെ തന്നെ ഏട്ടൻ അണിയിച്ചു തന്നല്ലോ. ഏട്ടൻ ട്രൈ ചെയ്ത പോലെ അല്ല തോന്നിയത്. വളയണിയിച്ച് എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ പോലെ തോന്നിയത്.
അതേടോ, ഇത്രയും കാലം എനിക്ക് വീട് വീടാന്തരം വളക്കച്ചവടമായിരുന്നല്ലോ. പിന്നെ അല്ലാതെ എന്ത് പറയാനാ, ജസ്റ്റ് ഞാനൊന്ന് ട്രൈ ചെയ്തു, അത് വർക്കൗട്ടായി. ഇതിനൊക്കെ തന്നെ എക്സ്പീരിയൻസ്, കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് ഒക്കെ തരേണ്ട കാര്യമുണ്ടോ? അയ്യോ, ഞാൻ മോശമായിട്ടൊന്നും പറഞ്ഞതല്ല ഏട്ടാ. എത്ര ഭംഗിയായിട്ട് കുപ്പിവള അണിയിച്ചെന്നുള്ള കാര്യം പറഞ്ഞതാ. മനസ്സുണ്ടെങ്കിൽ മാർഗം ഉണ്ടാവുന്നല്ലേ. ശരി, എന്നാ പോയിട്ട് വരാം. ജയന്തി, ഇതാ ഈ വെള്ളം കുടിക്കുക. അയ്യോ, എന്തിനാ ഏട്ടൻ കൊണ്ടുവന്നേ? എപ്പോഴും മരുമക്കളും പേരക്കുട്ടികളും സഹായം ചെയ്താൽ മതിയോ? ഭർത്താവിന് ചെയ്തുകൂടെ? പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. ദുഃഖത്തിൻ മുള്ളുകൾ തൂവിരൽ തുമ്പിനാൽ പുഷ്പങ്ങളാകുന്നു ഭാര്യ. കള്ളവും കപടതയും ഇല്ലാത്ത കുട്ടികളും ദൈവവും ഒന്നാണെന്ന് പറയാറില്ലേ? ദേഷ്യത്തിലും എടുത്തിയാട്ടത്തിലും അറിഞ്ഞോ അറിയാതെയോ എത്രയോ തവണ നീ ഉണ്ണിയെയും വസുവിനെയും വഴക്ക് പറഞ്ഞിട്ടുണ്ട്, അപമാനിച്ചിട്ടുണ്ട്. പാവം, അവരതൊന്നും മനസ്സിൽ വച്ചിട്ടില്ല. നിന്റെ സ്നേഹത്തിന് വേണ്ടിയാണ് അവർ ദാഹിക്കുന്നത്. നിന്റെ മനസ്സിൽ അവർക്ക് എന്ത് സ്ഥാനമാണുള്ളതെന്നറിയില്ല. എന്നാൽ അവരുടെ മനസ്സിൽ നിനക്ക് വളരെ ഉയർന്ന സ്ഥാനമാണെന്ന് എനിക്കറിയാൻ ജയന്തി. നിന്നോട് അവർക്ക് രണ്ടുപേർക്കും ഒരുപാട് സ്നേഹവും ബഹുമാനവും ഉണ്ട് ജയന്തി. ഇതുവരെയും നീ അത് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഭാവനയെ വെച്ച് നോക്കുകയാണെങ്കിൽ അവളെക്കാളും നല്ല അറിവും പരിജ്ഞാനവും വസുവിനുണ്ട് ജയന്തി. എത്രയോ കഴിവുകൾ, അതിനു ചേർന്ന വിനയവും ക്ഷമയും എല്ലാം വസുവിനുണ്ടെന്നേ. വസുവിന്റെ ശിക്ഷണത്തിൽ വളർന്ന ഉണ്ണി പോലും അമ്മയുടെ പാതയിൽ തന്നെയാ. അവർക്ക് വേണ്ടി ഞാൻ നിന്നോട് യാചിക്കുകയാണ്. ഇനിയെങ്കിലും വസുവിന്റെ അമ്മായിയമ്മയാകാതെ അമ്മയാകാൻ നോക്ക്. നിന്റെ സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്ന കൊച്ചുമകൻ ഉണ്ണിക്ക് നീ നല്ലൊരു അമ്മുമ്മയാകു. അനുവിനെയും കീർത്തിയെയും പോലെ ഉണ്ണിയെ കൂടി നമ്മുടെ പേരക്കുട്ടിയായി കാണ്. അപ്പോഴീ കുടുംബത്തിൽ സന്തോഷം ഉണ്ടാവും. അതെ ഏട്ടാ, എന്റെ തെറ്റെന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അവരെ എത്രയൊക്കെ അപമാനിച്ചിട്ടും വസു ഉണ്ണിയും വേദന ഉള്ളിൽ ഒതുക്കുക എന്നല്ലാതെ പുറത്ത് കാണിച്ചിട്ടേയില്ല. ഏട്ടൻ പറഞ്ഞതുപോലെ ഞാനാ
എന്റെ ദേഷ്യവും അഹങ്കാരവും ഒന്ന് കൺട്രോൾ ചെയ്യേണ്ടത്. അവരെ പറയുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കായിരുന്നു. ഇനി മുതൽ വസുവിന് നല്ലൊരു അമ്മയായി, ഉണ്ണിക്ക് നല്ലൊരു മുത്തശ്ശിയായിട്ട് ഞാനുണ്ടാവും. അപ്പോ നിന്റെ വാക്ക് നീ പാലിക്കൂ? ഏട്ടൻ എന്താ ഉദ്ദേശിക്കുന്നേ? അതല്ല, നിനക്ക് മൂക്കിന്റെ തുമ്പത്താണല്ലോ ദേഷ്യം. ഇപ്പോഴല്ലേ കുറയ്ക്കാന്ന് പറഞ്ഞേ? എടുത്തു ചാടാതെ 10 തവണ ആലോചിക്കാന്നും പറഞ്ഞില്ലേ? കണ്ടോ, വീണ്ടും ദേഷ്യം വരുന്നുണ്ട് നിനക്ക്. നീ ഒന്ന് സമാധാനമായിട്ടിരിക്ക്. കഴിഞ്ഞു ആന്റി, എല്ലാം അവസാനിച്ചു. അമ്മ പൂർണ്ണമായും പോസിറ്റീവായി കഴിഞ്ഞു. നമ്മുടെ ഭാഗത്തുണ്ടായിരുന്ന മുഴുവൻ സ്ട്രെങ്തും വസുവേട്ടത്തിക്കായി. ഇനി നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാരാ പറഞ്ഞേ? കാലിൽ മരുന്ന് വെച്ച് വസുവേട്ടത്തിയും ഉണ്ണിയും അമ്മയുടെ മനസ്സ് മാറ്റി അമ്മയ്ക്കൊപ്പം ആയി കഴിഞ്ഞു. എല്ലാവരും ഇപ്പോ അവരെയാ സപ്പോർട്ട് ചെയ്യുന്ന. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആന്റി? എടി മണ്ടി, ചിലരുടെ ദേഷ്യം പാസിംഗ് ക്ലൗഡ്സ് പോലെയാണെന്ന് പറയാറില്ലേ? അതായത് ഇതിലേ വന്നിട്ട് അതിലേ പുറത്തു പോകുന്ന ദേഷ്യം എന്നർത്ഥം. നിന്റെ അമ്മായിയുടെ കാര്യത്തിൽ ആ പഴഞ്ചൊല്ല് തലതിരിഞ്ഞ. നിന്റെ അമ്മായിയുടെ ഈ മൗനം പാസിംഗ് ക്ലൗഡ്സ് പോലെയാടി. അതായത് ഇങ്ങനെ കൂളായിട്ട് പെട്ടെന്ന് ഫയർ ആവും. ഞാനൊരു പെൺശകുനിയാണെങ്കിൽ നിന്റെ അമ്മായി പെൺ വിശ്വാമിത്രനാ. എന്നുവച്ചാ അമ്മ പറഞ്ഞതൊക്കെ മാറ്റി പറയുന്ന? നമ്മൾ അതിന് സമ്മതിക്കില്ലടി. നിന്റെ അമ്മായിക്ക് വസുവിനോട് ഉണ്ണിയോടുള്ള ആറിക്കിടക്കുന്ന ആ ദേഷ്യത്തെ ഊതി കത്തിക്കും, തീമലയാക്കും. എന്നെ വാണിംഗ് ചെയ്ത വസുവിന് ഒരു പാഠം പഠിപ്പിക്കണം. ഒരു പക്ഷേ അമ്മ നമ്മുടെ വാക്ക് കേട്ടില്ലെന്നുണ്ടെങ്കിലോ? നിന്റെ അമ്മായി ആരെങ്കിലും ഒന്ന് പുകഴ്ത്തിയ അവര് മയങ്ങും. എന്തു പറഞ്ഞാലും അതങ്ങ് വിശ്വസിക്കും. അതാണ് ഏട്ടത്തിയുടെ ബലഹീനത. അത് നമ്മുടെ ബലം. ആ കണ്ടോ, ബോള് പുറത്തേക്ക് പോയി. വാ, പോയി എടുത്തിട്ട് വരാം. ഐസ്ക്രീം, പാൽ ഐസ്ക്രീം, ഐസ്ക്രീം, കപ്പ് ഐസ്ക്രീം. കീർത്തി, നമുക്ക് ഐസ്ക്രീം കഴിച്ചാലോ? വാ, പോയി അമ്മയോട് ചോദിക്കാം. അമ്മേ, ഞങ്ങൾക്ക് ഐസ്ക്രീം വാങ്ങി തരുമോ? വീടിന് മുന്നിൽ ഐസ്ക്രീം വണ്ടി വന്നിട്ടുണ്ട്. വേണ്ട മക്കളെ, ഇങ്ങനത്തെ ഐസ്ക്രീം ഒന്നും വാങ്ങി കഴിക്കാൻ പാടില്ല. തൊണ്ടയ്ക്ക് പ്രശ്നമാവും. ഇവരെപ്പോഴും ഇങ്ങനെ കീർത്തി, എന്ത് ചോദിച്ചാലും വേണ്ടാന്നേ പറയൂ. നമുക്ക് മുത്തശ്ശിയോട് പോയി ചോദിക്കാം. വാ. അനു, കീർത്തി, എന്താ വേണ്ടേ? ഞങ്ങൾക്ക് ഐസ്ക്രീം വേണം മുത്തശ്ശി, പ്ലീസ് വാങ്ങി തരുവോ? ഐസ്ക്രീം കഴിക്കണോ? ഒരു മിനിറ്റ്, ഞാനിതാ വരുന്നു. നിങ്ങൾ രണ്ടുപേരും പോയി ഓരോരുത്തർക്കും ഐസ്ക്രീം വാങ്ങിച്ചോ. ഒന്ന് നിന്നേ.
ഐസ്ക്രീം വാങ്ങിക്കണം കേട്ടോ. ഓക്കേ മുത്തശ്ശി. മൂന്നാമത്തെ ഐസ്ക്രീം ആർക്കാ? ചിലപ്പോ അമ്മയ്ക്ക് കഴിക്കാൻ വേണ്ടിയായിരിക്കും. അവരെന്താ കൊച്ചുകുട്ടിയാണോ ഐസ്ക്രീമും ചോക്ലേറ്റും കഴിക്കാനായിട്ട്? ചിലപ്പോ ആന്റിക്ക് വേണ്ടിയാണെങ്കിലോ? ആ എനിക്ക് എന്തിനാ അതൊക്കെ? ഐസ്ക്രീം കഴിച്ചാ ഞാൻ ഗുണ്ടുമണിയാവും. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ സ്ലിം ആണല്ലോ, ബിൽഡപ്പിന് ഒരു കുറവുമില്ല. എന്താണ് ഇനി പിറവിറുക്കുന്നേ? ഏയ് ഒന്നുമില്ല ആന്റി. അങ്കിൾ 3 ഐസ്ക്രീം വേണം. മുത്തശ്ശി, ഞങ്ങൾ 3 ഐസ്ക്രീം വാങ്ങി. ഇന്ന് ആ ഐസ്ക്രീം ആർക്കാ മുത്തശ്ശി? നിങ്ങളുടെ ചേട്ടനാ. ചേട്ടനോ? ചേട്ടനാരാ? ഉണ്ണി, ഉണ്ണി, എന്താ മുത്തശ്ശി? ഇന്ന ഐസ്ക്രീം കഴിക്കേ. വേണ്ട മുത്തശ്ശി. നിന്റെ അനിയത്തിമാര് കഴിക്കുന്ന കണ്ടില്ലേ, നീയും കഴിക്കേ. താങ്ക് യു മുത്തശ്ശി. വേണ്ട ഉണ്ണി, ജലദോഷം പിടിക്കും. കുറച്ച് കഴിച്ചു എന്ന് പറഞ്ഞ ഒന്നും ആവില്ല മുത്തശ്ശി. വാ തുറന്നേ. വേണ്ട ഉണ്ണി, പ്ലീസ് മുത്തശ്ശി, കുറച്ച് കഴിക്ക്. ഒന്നും പറ്റില്ല, കഴിക്ക്. മുത്തശ്ശി, എങ്ങനെയാണ് ടേസ്റ്റ്? നല്ല ടേസ്റ്റ് ഉണ്ണി. എന്നാ പിന്നെ ഒരു സ്പൂണും കൂടി കഴിക്ക. എല്ലാം എനിക്ക് തന്നെ ഇങ്ങനെ തന്നാ നിനക്ക് കഴിക്കാനുണ്ടാവോ? സാരമില്ല മുത്തശ്ശി, ഞങ്ങൾ ഇതെന്നും കഴിച്ചോണ്ടല്ലേ ഇരിക്കുന്നത്. മുത്തശ്ശി വല്ലപ്പോഴല്ലേ കഴിക്കുന്നത്. കഴിക്കും മുത്തശ്ശി. വേണ്ട ഉണ്ണി, പ്ലീസ് മുത്തശ്ശി. അനു, കീർത്തി കണ്ടോ, നിങ്ങളുടെ ഏട്ടനെ കണ്ടു പഠിക്കേ. ഐസ്ക്രീം വാങ്ങിക്കൊടുത്ത ഉടനെ നിങ്ങളുടെ ഏട്ടൻ എനിക്ക് താങ്ക്സ് പറഞ്ഞു. ഐസ്ക്രീം എനിക്ക് ഷെയർ ചെയ്തു. നിങ്ങളാണെങ്കിൽ ഇത് ചെയ്യുവോ? അവർ രണ്ടുപേരും കൊച്ചുകുട്ടികളല്ലേ മുത്തശ്ശി, ഇതൊന്നും അവർക്ക് അറിയില്ലല്ലോ. അപ്പൊ നീ വലിയ ആളാണോ അവർക്ക് വേണ്ടി വാദിക്കുന്നു? ഞാൻ അവർക്ക് രണ്ടുപേർക്കും ചേട്ടനല്ലേ മുത്തശ്ശി.
താങ്ക് യു മുത്തശ്ശി. ശരി, കഴിച്ചോളൂ കേട്ടോ. ചേച്ചി, ഞാൻ ഈ കാണുന്നതൊക്കെ സത്യമാണോ? ചേച്ചി എന്നെ ഒന്ന് നുള്ളിക്കേ. അതിന്റെ ഒന്നും ആവശ്യമില്ല വസു, ഇത് സത്യം തന്നെയാ. അമ്മ ഉണ്ണിക്ക് ഐസ്ക്രീം വാങ്ങിക്കൊടുത്തത് കണ്ടില്ലേ? ഉമ്മയും കൊടുത്തു. അനുവിനോടും കീർത്തിയോടും നിങ്ങളുടെ ചേട്ടനാണെന്ന് പറഞ്ഞു. അത് മാത്രല്ല കേട്ടോ, ചേട്ടനെ കണ്ട് പഠിക്കണമെന്നും അമ്മ പറഞ്ഞു. ഒരുപാട് സന്തോഷമായി ചേച്ചി. അമ്മ ഉണ്ണിയോട് വളരെ സ്നേഹത്തോടും സമാധാനത്തോടും സംസാരിക്കുന്ന. പിന്നല്ലാതെ ഉണ്ണിയൊരു നല്ല കാര്യമല്ലേ ചെയ്തിരിക്കുന്നെ, അതാ ഇങ്ങനെ. ഇവനെന്താടി നിന്റെ അമ്മായിയോട് ഇങ്ങനെ കൊഞ്ചുന്നത്? ഏട്ടത്തെയാണെങ്കിൽ ഐസ് പോലെ ഉരുകി. അത് തന്നെയാ ഞാനും പറയുന്ന ആന്റി. കുറച്ചായിട്ട് അമ്മയുടെ മൈൻഡ് ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുക. വസുവേട്ടത്തോടും ഉണ്ണിയോടും അമ്മയ്ക്ക് പോസിറ്റീവ് ഫീലിംഗ് വന്നു തുടങ്ങി. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. നിന്റെ അമ്മായി അവരോട് രാക്ഷസിയെ പോലെ വേണം പെരുമാറാൻ. ഇപ്പൊ അമ്മ ഒരു നല്ല അമ്മായി അമ്മയായി മുത്തശ്ശിയായി ഇരിക്കണമെന്ന് തീരുമാനിച്ചിരിക്കുക. ഇതിനിപ്പോ എന്താ ചെയ്യാ? എന്തെങ്കിലും ചെയ്തേ പറ്റൂ ആന്റി. അമ്മേ, മുത്തശ്ശി ഞങ്ങൾക്ക് ഐസ്ക്രീം വാങ്ങി തന്നു. ഞങ്ങൾ ചോദിച്ചപ്പോ വാങ്ങിത്തരില്ലെന്നല്ലേ പറഞ്ഞേ? മുത്തശ്ശി വാങ്ങി തന്നല്ലോ. ആരെങ്കിലും നമുക്ക് വാങ്ങി തന്നല്ലോ. ചുമ്മാ എന്തിനാ അമ്മ ഓരോന്ന് പറയുന്നേ? ഉണ്ണി, ഐസ്ക്രീം കഴിച്ചതിന് ശേഷം കൈ കഴുകിയിട്ട് മുകളിലേക്ക് പൊക്കോ. പെയിന്റിംഗ് സാർ വന്നിട്ടുണ്ട്. അതെ ഉണ്ണി, ഓൾറെഡി കാവ്യജി ക്ലാസ്സിലാണ്. നീ പോയി പഠിക്കേ. ഓക്കെ അമ്മേ. പ്ലീസ് രാഹുൽ, വീട്ടിലുള്ള ആരെങ്കിലും കണ്ട പ്രശ്നമാവും. പിന്നെ എന്തിനാ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് നിന്റെ വീട് വരെ വന്നത് മോളൂ? ഇങ്ങനെങ്കിലും നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ? വെറുതെ ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി ഇരുന്നിട്ട് എന്ത് പ്രയോജന? എന്തെങ്കിലൊക്കെ ചെയ്താലല്ലേ ഒരു രസമുള്ളൂ ഡാർലിംഗ്. അതിനൊക്കെ ഇനിയും സമയമുണ്ട് മോനെ. എല്ലാം കല്യാണത്തിന് ശേഷം. ഓക്കെ ഓക്കെ